പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവപൈതലേ, നീ എത്രത്തോളം ദൈവത്തോട് ക്ലോസറായിരിക്കുന്നോ അത്രത്തോളം കൂടുതൽ അവൻ്റെ സമാധാനവും അവൻ്റെ സ്നേഹവും അവൻ്റെ ശക്തിയും അവൻ്റെ ആനന്ദവും അവൻ്റെ പ്രൊവിഷനും നമുക്ക് നമ്മുടെ എവരിഡേ ലൈഫിൽ അനുഭവിക്കാനായിട്ട് ഇടയാകും. നമ്മളെ ആശ്രയിച്ചായിരിക്കുന്ന നാം എത്രമാത്രം അവനോട് അടുത്ത് ചെല്ലുന്നു എന്നുള്ളത്. കാരണം അവൻ ഓൾറെഡി എല്ലാം യേശു ക്രിസ്തുവിൽ നമുക്ക് തന്നിരിക്കുക. അതാണ് നമ്മൾ എഫേസ്യ ലേഖനം 1 അധ്യായം അതിൻ്റെ 3 വാക്യത്തിൽ കാണുന്നത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ സ്വർഗീയ പിതാവുമായിട്ടുള്ള കണക്ഷൻ ഒന്നുകൂടെ ഡീപ്പൻ ചെയ്യണ്ടേ? അവൻ്റെ ബ്ലെസ്സിങ്സ് എല്ലാ ദിവസവും അനുഭവിക്കണ്ടേ? അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നിനക്ക് അടുപ്പമുള്ള ഒരു വ്യക്തിയുമായിട്ട് നീ ഒന്നുകൂടെ കൂടുതൽ അടുപ്പമാകുന്നത് എങ്ങനെയാണ്? നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ പേരൻസിനെ, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് ഒക്കെ അടുത്ത് എങ്ങനെ അവരെ അറിയുന്നത്? അതിൻ്റെ ഉത്തരം യു ടോക്ക് ടു ദം. അവരോട് സംസാരിച്ചാലേ യു സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് ദം. അവരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും. യു ലിസൺ ടു ദം. അവരെ നിങ്ങൾ ശ്രദ്ധിക്കും. ആൻഡ് ഷെയർഡ് യുവർ ഹാർട്ട് വിത്ത് ദം. നിങ്ങളുടെ ഹൃദയം അവരുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യും, അല്ലേ? വെരി ഓഫൺ പറ്റുന്നൊരു കാര്യം എന്നാന്ന് വെച്ചാൽ, ചില വ്യക്തികളുമായിട്ട് നമുക്ക് ഒത്തിരി നേരം ചേർന്ന് നിൽക്കാൻ പറ്റത്തില്ല. ചില വ്യക്തികളുമായിട്ട് നമുക്ക് ചേരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ചേരാനും പറ്റത്തില്ല. ചിലതൊക്കെ നാം ക്ലോസറായിട്ട് തീരുമ്പോൾ നമുക്കൊരു ബേർഡനായിട്ട് തോന്നാറുണ്ടോ? ചിലരുമായിട്ടുള്ള കാര്യത്തിൽ തോന്നാറുണ്ട്. എന്നാൽ ഞാൻ പറയുന്നത്, ബന്ധങ്ങൾ ഡീപ്പാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കേണ്ടത് ജോയ്, സന്തോഷം. പ്രൈസ് ഗോഡ്. ദൈവത്തെ നാം ആഴത്തിൽ അറിയണം. ഒരു മോർ ഇൻറ്റിമേറ്റ് വേയിൽ നാം അറിയണം ദൈവമക്കളെ. ഇൻറ്റിമസി എന്ന് പറയുന്നത് ജീവിതത്തിലെ ചെറിയ ലിറ്റിൽ മൊമെൻറ്റ്സ് ആയിരിക്കും. വെൻ യു ആർ ജസ്റ്റ് സ്പെൻഡിങ് ടൈം ടുഗദർ. എന്നാൽ നോർത്ത് നോക്കിക്കേ, ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്തില്ലെങ്കിലോ? എല്ലാവർക്കും തന്നെ ദൈവത്തെക്കുറിച്ച് അറിയാം. ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അവർ കേട്ടിരിക്കും. എന്നിട്ട് ചില സംഗതികളൊക്കെ ദൈവത്തെക്കുറിച്ചുള്ളത് അവർ വിശ്വസിക്കും. അതൊരു വലിയൊരു പ്രശസ്തിയുള്ള ഒരാളെക്കുറിച്ച് കേൾക്കുന്ന പോലെ ആയിരിക്കും ചിലർക്ക്. അവരുടെ പേരറിയാം, അവരാരെ വിവാഹം കഴിച്ചിരിക്കുന്നറിയാം, അവരെവിടെ താമസിക്കുന്നറിയാം, അവർക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ടെന്നറിയാം, അവരുടെ ഫേവററ്റ് കളർ എന്തുവാണെന്നറിയാം, അവരെങ്ങനെ ഫേമസ് ആയ വിധം അതുമൊക്കെ അറിയാനായിട്ട് പറ്റും. പക്ഷെങ്കിൽ അതല്ല ഒരു വ്യക്തിയെ റിയലി അടുത്തറിയുക എന്ന് പറഞ്ഞാൽ അതല്ല. മറ്റേത് ജസ്റ്റ് നോയിങ് അബൌട്ട് ദം. അവരെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാവുന്നേ ഉള്ളൂ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. അനേക ക്രിസ്ത്യാനികൾ, എ ലോട്ട് ഓഫ് ക്രിസ്ത്യൻസ് ഇങ്ങനെ ദൈവത്തെ അറിയുന്നത്. ദൈവത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളെല്ലാം അറിയാം. We will only truly know Him deeply, walk freely in His presence, be able to trust Him in every circumstance, and have His power flowing to and throughout our life when we have spent quality time with Him. അവനുമായിട്ട്, ദൈവവുമായിട്ട് ഒരു ക്വാളിറ്റി ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ, ഞാൻ പറയട്ടെ, ഏത് സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വന്നാലും അവനിൽ ആശ്രയിപ്പാനും അവൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാനും അവൻ്റെ ശക്തി ജീവിതത്തിൽ ഏറ്റെടുത്ത് ജീവിക്കാനും ഒക്കെ നമുക്കിടയാകും. പ്രൈസ് ഗോഡ്.
കുഞ്ഞെ, നിൻ്റെ സ്വീറ്റ് ഹാർട്ടിനെ അല്ല നിൻ്റെ ഫ്രണ്ടിനെ നീ എങ്ങനെ അടുത്തറിയുന്നത് അതുപോലെ. അതൊരു ബേർഡൻ ആയിരിക്കത്തില്ല, അതൊരു ജോയ് ആയിരിക്കും അല്ലേ. എന്നാൽ അതിന് ഒരു പരിശ്രമം ആവശ്യമാണ്, എഫേർട്ട് ആവശ്യമാണ് അല്ലേ. ഞാൻ പറയട്ടെ, ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഏജാണ്. ഡേറ്റകളും ഇൻഫോർമേഷൻ വാഷസും ധാരാളമാണ്. അതിൻ്റെ ഒരു ടൈഡൽ വേവ് ഇങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും മുകളിൽ ഇങ്ങനെ തഴുകിപ്പോയിക്കൊണ്ടായിരിക്കുന്നത്. ഡേറ്റയുടെയും ഇൻഫർമേഷൻ്റെയും ഒക്കെ ടൈഡൽ വേവ് നമ്മുടെ മുകളിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടായിരിക്കുന്ന ന്യൂസ്, ഇമെയിൽസ്, നോട്ടിഫിക്കേഷന്, അലേർട്ട്സ്, ഇമേജസ്, എന്തെല്ലാമാണ് നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ ഉള്ളത്. ക്വാളിറ്റി ടൈം തീർച്ചയായിട്ടും സ്പെൻഡ് ചെയ്യാനായിട്ട് വഴികളുണ്ട്. സ്ലോ ഡൗൺ ചെയ്യാനാണ് പാട്. ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന ടൈം അല്ലേ, ആരെയും നമുക്ക് ബെറ്ററായിട്ട് അറിയാനും പറ്റും. പക്ഷെ ഒരു കാര്യം സൂക്ഷിച്ചോണം, ദൈവവുമായിട്ടുള്ള നിൻ്റെ റിലേഷൻഷിപ്പിൽ ഇത് വൈറ്റലാണ്. നീ മറന്നു പോകരുത് കേട്ടോ. എന്തെല്ലാം കാര്യങ്ങൾ ഓരോ ദിവസവും നിൻ്റെ വഴിയിൽ വന്നാലും നീ അതിലൊരു തിരഞ്ഞെടുപ്പ് നടത്തണം. നിൻ്റെ സ്വർഗീയ പിതാവുമായിട്ട് ഒരു ക്വാളിറ്റി ടൈം ഞാൻ ചിലവാക്കുമെന്നുള്ളത് നീ തന്നെ നിൻ്റെ ഹൃദയത്തിൽ നീ തീരുമാനിച്ചോണം. സദൃശവാക്യങ്ങൾ 8:17 ഇങ്ങനെ പറയുന്നു. പ്രൊവേർബ്സ് ചാപ്റ്റർ 8 വേഴ്സ് 17. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിപ്പാൻ നമുക്ക് കഴിയണം. അതുപോലെ ദൈവസന്നിധിയിൽ നാം മിണ്ടാതിരിക്കുന്നവരായിരിക്കണം. വി ഷുഡ് ബി സ്റ്റിൽ. എല്ലാ കാര്യത്തിലും നമ്മുടെ ലോകത്തുള്ള സകല സംഗതികളും ഇപ്പോൾ ഫാസ്റ്ററായിട്ട് പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് സ്മാർട്ട് ഫോൺസും കമ്പ്യൂട്ടറും ഒക്കെ കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും എന്ത് ഇൻഫർമേഷൻ എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള വഴികളൊക്കെയും എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കുന്നതിനാൽ ശരിക്കും ഈ കാര്യം റവല്യൂഷനൈസ്ഡ് ചെയ്തിരിക്കുക അല്ലേ. ഒരു ഗ്ലോബൽ എക്കോണമി ഉണ്ടല്ലോ, ഇൻസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാണല്ലോ. അപ്പോൾ ഒരു ഡേറ്റ എക്സ്പ്ലോഷൻ ഹല്ലേലൂയ ഇന്നിപ്പോൾ ഉണ്ട്. നമ്മൾ എക്സ്പോസ്ഡാണ് ഓരോ ദിവസത്തോടും. ഒരു ആവറേജ് ഒരു മുതിർന്ന വ്യക്തി 5 minutes മോർ ഇൻഫർമേഷൻ എല്ലാ ദിവസവും കൺസ്യൂം ചെയ്തിരിക്കും. ആരെ കഴിഞ്ഞും കൂടുതലായിരിക്കും എന്നറിയാവോ? 50 വർഷം മുമ്പ് ഒരു ആവറേജ് അഡൽട്ട് ചെയ്തിരുന്നതിനേക്കാൾ ഒന്നോർത്ത് നോക്കിക്കേ. 5 times മോർ ഇൻഫർമേഷൻ. ഇതൊക്കെ സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. നമ്മുടെ ബ്രെയിൻസും ഓവർ ടൈം വർക്ക് ചെയ്യുക. എല്ലാ ഡേറ്റയും പ്രോസസ്സ് ചെയ്യാനും ഫിൽട്ടർ ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുക. ഏതൊക്കെ ഇമ്പോർട്ടൻ്റാണ് നമ്മുടെ സർവൈവലിന്, ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളത് തീരുമാനിക്കാനുള്ള തറപ്പാടില്ല. കൂടുതൽ ഡേറ്റ ഇപ്പോൾ നമുക്ക് അവൈലബിളാണ്. നമുക്ക് സാധാരണ ഒന്ന് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്നതിൽ കൂടുതൽ ഡേറ്റാസ് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുക. സയൻറ്റിസ്റ്റ് പറയുന്നത് ഈ ഇൻഫർമേഷൻ്റെ അതിപ്രസരം വരുമ്പോൾ അത് നമ്മുടെ ചിന്തകളെ ആക്രമിക്കാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ഡേ ആഫ്റ്റർ ഡേ അത് നമ്മുടെ മനസ്സിനെ അഫക്റ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഡിസിഷൻ പാരലൈസിസ്, ആജിറ്റേഷൻ, കൺഫ്യൂഷൻ എല്ലാം ഉണ്ടാകും.
തീരുമാനമെടുക്കാൻ കൊള്ളാൻ കഴിയാത്തവരായി മാറിപ്പോകുന്നേ. അതുപോലെ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുക. നമ്മുടെ മനസ്സിനെ ഒന്ന് ക്വയറ്റ് ചെയ്യാൻ പറ്റുന്നതിനെ കഴിഞ്ഞും കൂടുതൽ ഹാർഡായിട്ട് ഫോഴ്സ് ചെയ്യരുത് ഒരു കാര്യവും. വൺ തിങ് അറ്റ് എ ടൈം ഫോക്കസ് ചെയ്യുവാൻ നമുക്ക് കഴിയണം. അതിനായിട്ട് നമ്മൾ പഠിച്ചെടുക്കണം. അങ്ങനത്തെയുള്ള ചിന്തകളൊക്കെ വരുമ്പോൾ വളരെ ഡിപ്രസിങ് ആയിട്ട് പോവാം. എന്നാൽ ഞാനും നീയും ഈ 21st സെഞ്ച്വറിയിൽ എന്തൊക്കെ കാര്യങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ദൈവത്തിനറിയാം. ദൈവത്തിന് നല്ലവണ്ണം അറിയാം. അങ്ങനെ ഒരു സമയത്ത് അവൻ നമ്മെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലഘട്ടത്തിലെ ടെക്നോളജി ഓർത്തൊന്നും ദൈവത്തിന് വലിയ ഭയമില്ല. ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ആവശ്യത്തിനുള്ള ജ്ഞാനം അവൻ തന്നിട്ടുണ്ട്, കൃപ അവൻ നമുക്ക് തന്നിട്ടുണ്ട് ഇതൊക്കെ ഡീൽ ചെയ്യുവാൻ തക്കണം. എന്നിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് അതിനെ യൂസ് ചെയ്യുവാൻ, യൂസ് ഇറ്റ് ടു അവർ ബെസ്റ്റ് അഡ്വാൻറ്റേജ്. ദൈവം നമ്മളതിനെ സഹായിക്കും. എന്നാൽ നമ്മൾ നമ്മുടെ ജ്ഞാനത്തിലേക്ക്, നമുക്കുള്ള ജ്ഞാനത്തിലേക്ക് ചിലത് ടാപ്പ് ചെയ്ത് ഡെയിലി കൊടുത്തേ മുന്നോട്ട് പോകാവുള്ളൂ. ദൈവവുമായിട്ട് ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുന്നത് എവറി ഡേ is the most crucial thing that you and I must discipline ourselves to. And it's the only way to develop a deeper relationship with Him. അത് ദൈവത്തിലെ നീ ആഗ്രഹിക്കുന്നില്ലേ? കർത്താവ് അതിനായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമേ, നീ ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന വിശാലത, നീ ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന ആനന്ദം, കർത്താവേ, കുഞ്ഞുങ്ങളുടെയൊക്കെ ആരോഗ്യം, അടിയങ്ങളുടെ ആത്മീയ ജീവിതം, പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ എല്ലാ വിഷയങ്ങളും, കുടുംബജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങളുടെ എല്ലാ വിഷയങ്ങളും, യുദ്ധത്തിൻ്റേതായിട്ടുള്ള എല്ലാ കെടുതികളിൽ നിന്നും ഓരോരുത്തരെയും വിടുവിച്ചെടുത്ത് ദിവ്യരാജ്യത്തിന് പ്രയോജനമുള്ളവരായി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനാൽ സ്തോത്രം. ഈശോയുടെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.